പത്തനംതിട്ട മലയാലപ്പുഴ ക്ഷേത്രത്തിൽ പൂജാദ്രവ്യങ്ങൾ മോഷ്ടിച്ചു വിൽക്കാൻ ജീവനക്കാരുടെ ഒത്താശയെന്ന് വിജിലൻസ് കണ്ടെത്തൽ. മോഷ്ടിക്കുന്ന സാധനങ്ങൾ ക്ഷേത്രത്തിലെ പൂജാ സ്റ്റാളിൽ തന്നെ വിൽക്കും. ദേവസ്വം ജീവനക്കാരാണ് പൂജാ സ്റ്റോറിന്റെ ബിനാമികളെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളും കണ്ടെടുത്തു. വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണിത്. വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ഏതൊക്കെ തരത്തിലാണ് ഈ ദേവസ്വം ജീവനക്കാരൊക്കെ ചൂഷണം ചെയ്യുന്നത്, തട്ടിപ്പ് സംഘം ചൂഷണം ചെയ്യുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ മലയാലപ്പുഴയിൽ നിന്ന് വരുന്ന വാർത്ത. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ കുര്യൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, അങ്ങേയറ്റം വിചിത്രവും വലിയ ഗൗരവമുള്ള ഒരു മോഷണ വാർത്തയാണ് പത്തനംതിട്ട മലയാലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ വർഷം മെയ് മാസം 29-ാം തീയതി ക്ഷേത്രത്തിൽ നിന്ന് ഈ ഭക്തർ നൽകുന്ന പൂജാ സാധനങ്ങൾ, പട്ട്, നെയ്യ്, എണ്ണ അടക്കമുള്ള പൂജാ സാധനങ്ങൾ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഇവിടെ കട നടത്തുന്ന ആൾ ക്ഷേത്രം ജീവനക്കാരുടെ ഒത്താശയോടുകൂടി ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള തരത്തിലുള്ള ചില വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ചില ആളുകൾക്ക് ലഭിച്ചിരുന്നു. അത് സംബന്ധിച്ചുകൊണ്ട് CCTV അടക്കം പരിശോധിച്ചപ്പോൾ ക്ഷേത്രത്തിന് സമീപം പൂജാ കട നടത്തുന്ന ആൾ ക്ഷേത്രത്തിലെ ചില ജീവനക്കാരുടെ സഹായത്തോടുകൂടി സാധനങ്ങൾ, ഭക്തർ നൽകുന്ന സാധനങ്ങൾ അവിടെ എടുത്തുകൊണ്ടുപോയി വീണ്ടും കടയിൽ കൊണ്ട് വിൽപ്പന നടത്തുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് സംബന്ധിച്ചുകൊണ്ട് ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ പൂജാ സ്റ്റോറിലെ കട നടത്തുന്ന ആളുണ്ട്, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ വാച്ചറായിട്ട് പ്രവർത്തിക്കുന്ന ആളുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് കാട്ടി വിജിലൻസ് ഇപ്പോൾ മലയാലപ്പുഴ പോലീസിനെയും സമീപിച്ചിട്ടുണ്ട്. മലയാലപ്പുഴ പോലീസ് FIR ഇട്ട് കേസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം മെയ് മാസം പുലർച്ചെ 5:20-നും 5:30-നും ഇടയിലാണ് ഈ കടയിലെ ജീവനക്കാരനായിട്ടുള്ള ഒരാൾ ഈ ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന ഭക്തർ നൽകിയ വസ്തുക്കൾ ചാക്കിലാക്കി പുറത്തേക്ക് കൊണ്ടുവന്ന് വീണ്ടും കടയിലെത്തിച്ച് വിൽപ്പന നടത്തുകയും ചെയ്തത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കട ലീസിനെടുത്ത് നടത്തുന്ന ആളെക്കുറിച്ചുള്ള ചില കണ്ടെത്തലുകളും വിജിലൻസ് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഭക്തരെ അങ്ങേയറ്റം ചൂഷണം ചെയ്യുന്ന, ഭക്തർ ദൈവത്തിന് അവരുടെ ഇഷ്ടമായി നൽകുന്ന സാധനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി വീണ്ടും കടയിൽ വിൽപ്പന നടത്തുന്ന അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള വലിയ അഴിമതി ഈ ചില ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതിന് ക്ഷേത്രം ജീവനക്കാർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം. ദിലീപ് കുമാർ, പത്തനംതിട്ട മലയാലപ്പുഴ ക്ഷേത്രത്തിലാണ് പൂജാദ്രവ്യങ്ങൾ മോഷ്ടിച്ചു വിൽക്കാൻ ജീവനക്കാർ ശ്രമം നടത്തുന്നത്. വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഭക്തർ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന പൂജാദ്രവ്യങ്ങൾ അത് പിന്നീട് ചാക്കിലാക്കി വീണ്ടും ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള സ്റ്റോറിൽ കൊണ്ടുവന്ന്, പൂജാ സ്റ്റാളിൽ കൊണ്ടുവന്ന് അത് വിശ്വാസികൾക്ക് വീണ്ടും വിൽക്കുകയാണ്. അങ്ങനെ ഞെട്ടിക്കുന്ന ഈ വാർത്ത പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് ഷിജോ കുര്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.